ഹായ് എവ്രി വൺ. അപ്പോൾ നമുക്ക് ഇന്നൊരു വീഡിയോ നോക്കാം. ഇന്ന് ന്യൂ മൂണാണ്. ന്യൂ മൂൺ ഇൻ കാപ്രിക്കോൺ. ന്യൂ മൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ലാസ്റ്റത്തെ ബ്ലാക്ക് മൂൺ, കറുത്ത വാവായതുകൊണ്ട് ബ്ലാക്ക് മൂൺ എന്നാണ് പറയാറുള്ളത്. കാപ്രിക്കോൺ എന്ന് പറഞ്ഞ എർത്ത് സൈൻ ആണ്. നമ്മളോടൊന്നുകൂടി ഗ്രൗണ്ട് ചെയ്യാനും അതുപോലെ നമ്മൾ പേഷ്യൻ്റ് ആയിട്ടിരിക്കാനും ഈ ഒരു ടോറസ് അല്ലെങ്കിൽ എർത്ത് സൈൻസുകാർക്ക് കുറച്ച് ചേഞ്ച് ആവാൻ ബുദ്ധിമുട്ട്, ഫിക്സഡ് സൈൻ പോലെയൊക്കെയാണ്. അവർക്ക് മാറ്റത്തിന് വളരെ അത്രയും ഇഷ്ടമില്ലാത്ത ഒരാളുകളാണെന്ന് പറയും. പക്ഷേ മാറ്റം വേണ്ടവർക്ക് നിങ്ങൾ ആക്ഷൻ എടുത്ത് ചേഞ്ച് ആവേണ്ടതാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലെൻസ് ചെയ്യാവുന്നതാണ് സിംഗിങ് ബൗൾസ് വെച്ചിട്ട്. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും എനർജീസ് നിങ്ങളുടെ ഓറയിൽ ഉണ്ടെങ്കിൽ ഇപ്പോൾ അത് പോയിട്ടുണ്ടായിരിക്കും കേട്ടോ. ഓക്കെ, ഇപ്പം നമുക്ക് ഇന്ന് നോക്കാം. മൂണോളജി കാർഡ്സ് ആണ് എടുക്കുന്നത്. ഓക്കെ, മൂണോളജി കാർഡ്സ് ഇപ്പം അധികം എടുക്കാറില്ല. ഓക്കെ, നമുക്ക് തരുന്നത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ലാസ്റ്റ് ന്യൂ മൂണാണ്. ഇനി നമുക്ക് 1/1 പോർട്ടൽ വരുന്നുണ്ട്. അതിൻ്റെയൊക്കെ എനർജീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. പർജിങ്സ് വരുന്നുണ്ടായിരിക്കും. രാത്രിയൊക്കെ കരച്ചിൽ വരെ പെട്ടെന്ന് ഒരു കാര്യമില്ലാതെ പെട്ടെന്ന് കരയുന്നുണ്ടായിരിക്കും. അത് നമ്മുടെ ഉള്ളിൽ കെട്ടിക്കിടക്കുന്ന ആ ഒരു എനർജീസാണ്. അത് റിലീസ് ചെയ്യുക. കരയുന്നത് കൊണ്ട് ഒരു തെറ്റുമില്ല, റിലീസ് ചെയ്ത് കളയുക. ശരിക്കും കരയുന്നത് വളരെ നല്ലതാണ്. പർജിങ് ഈസ് വെരി ഗുഡ് എന്നാണ് പറയുക സ്പിരിച്വൽ ജേർണിയിൽ. കാരണം റിലീസ് ചെയ്യുക, ഒരുപാട് ഇമോഷൻസ് കെട്ടിക്കിടക്കുന്നത് റിലീസ് ചെയ്യാൻ പറ്റുന്ന ഒരു കൈൻഡ് ഓഫ് മെത്തേഡാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ പൈൽ 1 പൈൽ 2 ആയിട്ട് എടുക്കണോ അതോ കോമൺ ആയിട്ട് ചെയ്യണോ? ഓക്കെ, ഞാൻ പൈലായിട്ട് എടുക്കാം. അതാണ് ഒന്നുകൂടി നല്ലത്. കളക്റ്റീവ് ആകുമ്പോൾ ഡൗട്ടാവും ഇതെൻ്റെ എനർജി ആണോ അല്ലയോ എന്ന്. നമുക്ക് ഞാൻ എടുക്കട്ടെ കേട്ടോ നമ്പർ. ഓക്കെ, ഓക്കെ 24 കൊടുക്കാം. ഓക്കെ, ഒരു സെക്കൻഡ്. നമുക്ക് 2 പൈൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ന്യൂ മൂൺ കാർഡ്സ് പൈൽ വെച്ചിട്ട് റീഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കളക്റ്റീവായിട്ടാണ് റീഡ് ചെയ്യാറ്. കളക്റ്റീവ് ഇത് രണ്ടും ആണെങ്കിലും രണ്ടും കാണാം കേട്ടോ. നിങ്ങൾക്ക് കളക്റ്റീവ് മെസ്സേജസ് ഉണ്ടായി. 20 and 24 ആണ് നമ്പർ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം 20 നോക്കാം കേട്ടോ. 20. ഇപ്പോൾ കൂടുതലും ഞാൻ കാണുന്നത് മിറർ നമ്പേഴ്സാണ്. 9, 3, 3, 9 ഇങ്ങനത്തെ മിറർ നമ്പേഴ്സ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിററിങ് ആയിരിക്കാം നിങ്ങളുടെ ജേർണിയിൽ. പിന്നെ നിങ്ങളുടെ പേഴ്സൺ എന്താണോ നിങ്ങൾക്ക് മിറർ ചെയ്യുന്നത് നിങ്ങളുടെയും ഇഷ്യൂ ആണ്, അത് ഹീൽ ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, നമുക്കിനി നോക്കാം കേട്ടോ റീഡിങ്സ്. നമുക്ക് ടാരോയും കൂടി എടുക്കാം. യൂണിവേഴ്സ് സ്പിരിറ്റ്സ് ഏഞ്ചൽ 20 ചൂസ് ചെയ്തവർക്ക് ന്യൂ മൂൺ എന്ത് മെസ്സേജസ് ആണ് കൊടുക്കുന്നത്? അപ്പോൾ 2 കാർഡ്സ് ചാടി വീണിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ന്യൂ റൊമാൻറ്റിക് സൈക്കിൾ ബിഗിൻസ്, ഹോൾഡ് യുവർ മൂൺ, ഫിക്സഡ് മൂൺ. ഞാൻ പറഞ്ഞില്ല ഫിക്സഡ് മൂണാണ് സ്റ്റാർട്ടിങ് തന്നെ. ടോറസിൻ്റെ മീൻസ് എർത്ത് സൈൻസ് ഫിക്സഡാണ്. അവർക്ക് ചേഞ്ച് ഭയങ്കര അടിയാണ് അവർക്ക്. അപ്പോൾ പുതിയ സൈക്കിൾസ് സ്റ്റാർട്ട് ചെയ്യുന്നു നിങ്ങളുടെ പേഴ്സണുമായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പുതിയ പാർട്ട്ണർ വരുന്നുണ്ട്. ഇത് രണ്ടും ആവാട്ടോ. ന്യൂ പുതിയതെന്ന് പറയുന്നത് റൊമാൻറ്റിക് സൈക്കിൾ ബിഗിൻസ് ആണ്, ലീബ്ര ആണ് കാണിക്കുന്നത്. ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും ഇനി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ടായിരിക്കാം. യുവർ ഹാർഡ് വർക്ക് ഈസ് പേയിങ് ഓഫ്. നിങ്ങളുടെ ഹാർഡ് വർക്ക് ഇവിടെ നിങ്ങൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നൊരു പേഴ്സൺ ആണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഫലം ലഭിക്കാൻ പോവുകയാണ്. ലക്കീസ് ഓൺ യുവർ സൈഡ്. നിങ്ങളുടെ ഭാഗത്ത് എന്തുണ്ട്? ഭാഗ്യം ഉണ്ട്. ലക്കീസ് ഓൺ യുവർ സൈഡ്. നിങ്ങളുടെ ഭാഗത്ത് ഭാഗ്യമുണ്ട് എന്ന് പറയുന്നുണ്ട്. ഒരുപാട് ഭാഗ്യം. സാജിറ്റേറിയസ് ആണ് കാണിക്കുന്നത്. ന്യൂ മൂണിൻ സാജിറ്റേറിയസ് ആണ്. സാജിറ്റേറിയൻസ് ഒരു ഫയർ സൈൻസ് ആണ്. കുറച്ച് ഭയങ്കരമായിട്ട് ഇമ്പൾസീവ് ആണ്. നല്ല ഫയർ എനർജി ഉണ്ടാവും. പെട്ടെന്ന് ദേഷ്യം വരെ പെട്ടെന്ന് പ്രതികരിക്കുന്ന എനർജിയാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളോട് ന്യൂ മൂൺ പറയുന്നത് കിടക്കും ന്യൂ മൂൺ കാർഡിലേക്ക് വന്നിട്ടുള്ളത് ന്യൂ മൂൺ തന്നെയാട്ടോ വന്നിട്ടുള്ളത്. നിങ്ങളുടെ ഹാർഡ് വർക്ക് പേ ഓഫ് ചെയ്യാണ്. സ്പിരിച്വൽ ആയിട്ടുള്ള ഈഗോസ് വേണ്ട. അപ്പോൾ കുറച്ച് ശീലമായും ഈഗോ കാണിക്കരുത് കേട്ടോ. അപ്പോൾ ഈ ഒരു മെസ്സേജസ് എനിക്കും കൂടിയുള്ളതാണ്. നിങ്ങൾക്കും വായിക്കുന്ന മെസ്സേജസ് എനിക്കും കൂടിയുള്ളത്. അപ്പോൾ എനിക്കും ഈഗോ വരാൻ പാടില്ല. ന്യൂ റൊമാൻറ്റിക് സൈക്കിൾസ്, ന്യൂ മൂൺ ഇൻ ലീബ്ര. നിങ്ങൾക്ക് പുതിയ സൈക്കിൾസ് വരുന്നു. നിങ്ങളുടെ ഫേസ് മാറുന്നു. ഫൈറ്റിംഗ് ആയിട്ടുള്ളൊരു ഫേസിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഫേസ് മാറിയിട്ട് നെക്സ്റ്റ് ഫേസ് ഓഫ് ലവ് വരുന്നുണ്ട്. ലവിന് പല ഫേസസ് പറയുന്ന പോലെ ആ ഒരു ഫേസസ് ആണ് കാണിക്കുന്നത്. ഇഷ്ക് കൽബ് എന്നുള്ളൊരു ആൽബത്തിൽ പറയുന്നുണ്ടായിരുന്നു. സൂഫീസത്തിൽ നമ്മുടെ ലവിന് ഡിഫറെൻറ്റ് ടൈപ്സ് അല്ല സ്റ്റേജസ്, 6 or 7 സ്റ്റേജസ് പറയുന്നുണ്ട്. അതുപോലെ എനിക്കും അതാണ് ഫീൽ ചെയ്തത് കേട്ടോ. ഓക്കെ, എൻഡ് ഓഫ് എ ടഫ് സൈക്കിൾ അപ്രോച്ചസ്. നിങ്ങൾക്ക് ടഫ് സൈക്കിൾ അപ്രോച്ച് ചെയ്യാണ്.
ടഫ് സൈക്കിൾ അപ്രോച്ചസ് മീൻസ് കഴിഞ്ഞു നിങ്ങളുടെ ടഫായിട്ടുള്ള കാർമിക്. എനിക്ക് 2024 ഒരുപാട് ലെസൺസ് പഠിപ്പിച്ചു. കാർമിക് ട്രിഗേഴ്സ്, കാർമിക് ക്ലിയറൻസസ് ഉണ്ടായിരുന്നു. ടഫ് സൈക്കിൾ തന്നെയായിരുന്നു, ബ്ലെസ്സിങ്സും ഉണ്ടായിരുന്നു കൂടെ. അപ്പോൾ അതൊക്കെ എൻഡ് ചെയ്യാൻ പോകുന്നു എന്നും കൂടിയാണ്. ഫുൾ മൂൺ ഇൻ കാപ്രിക്കോൺ, ഇത്രയും മൂണിലൊരു ഫുൾ മൂൺ വന്നത് നമുക്ക് ആ ഒരു എൻഡിങ്സ് കഴിഞ്ഞിട്ട് ഇനിയൊരു വെളിച്ചം, ഒരു നല്ലൊരു ബ്രൈറ്റർ സൈഡ് വരുന്നു എന്നാണ് ഫീൽ ചെയ്യുന്നത് കേട്ടോ. ഒരു കാർഡും കൂടി എടുക്കാം. നത്തിങ് വിൽ കം ഓഫ് ദി സിറ്റുവേഷൻ. ചിലവർക്ക് വോയിഡാണ്. വോയിഡ് മീൻസ് അവർക്ക് എന്തൊക്കെ ചെയ്തിട്ടൊന്നും നടക്കുന്നില്ല. അങ്ങനത്തെ ഒരു സ്റ്റേജ് എനിക്കും ഉണ്ടായിരുന്നു, ഐസൊലേഷൻ സ്റ്റേജ് ആവുന്ന സമയത്ത് നമുക്ക് അങ്ങനെയാണ്. എന്തൊക്കെ നോക്കിയിട്ടും കരിയർ എങ്ങനെയൊക്കെ നിങ്ങൾ പുഷ് ചെയ്യാൻ നോക്കിയാലും നടക്കില്ല. അവിടെ നമുക്ക് അവിടെ ചെയ്യേണ്ടത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക, നമ്മളിലേക്ക് ഫോക്കസ് ചെയ്യുന്ന ടൈം. അപ്പോൾ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാതെ മറ്റു കാര്യങ്ങൾ ശരിയാക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ നടക്കില്ല. സമയം വെറുതെ വേസ്റ്റും. ആ ഒരു ടൈം നിങ്ങളെ നന്നാക്കുകയാണെങ്കിൽ, നന്നാക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾക്ക് കുറേ ഹീലിംഗ് ആവശ്യമാണ്. നമ്മുടേതായിട്ടുള്ള കുറേ ഷാഡോ സെൽഫ് ആക്സെപ്റ്റ് ചെയ്ത് ഹീൽ ചെയ്യാൻ തുടങ്ങും. നമ്മളെ ഒന്ന് ടേക്ക് കെയർ ചെയ്യാൻ തുടങ്ങുക. അതാണ് മെയിൻ പറയുന്നത്. നത്തിങ് വിൽ കം ഓഫ് ദ സിറ്റുവേഷൻസ്. വോയിഡാണ്. വോയിഡ് മീൻസ് എന്താ, ഒരു എപ്പോഴും ഒരു മിസ്സിങ് എനർജി അല്ലെങ്കിൽ ഒരു എന്തോ ഒരു കുറവ് പോലെ. അത് നിങ്ങളെ കണ്ടുപിടിക്കാത്തതാണ്. നിങ്ങൾ കണ്ടുപിടിച്ചു വരുമ്പോൾ എന്താ പറയുക, ഭയങ്കര ഇന്നർ പീസാണ് കേട്ടോ. അപ്പോൾ ഇതാണ് കാർഡ്സ് വന്നിട്ടുള്ളത്. ഇപ്പോൾ ബോട്ടം നോക്കാം കേട്ടോ. നമുക്ക് ടാരോയും കൂടി എടുക്കാം. യുവർ കമ്മിറ്റ്മെൻറ്റ് ഈസ് ബീയിങ് ടെസ്റ്റഡ്. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. അപ്പോൾ യൂണിവേഴ്സിനോട് നിങ്ങൾ ചോദിക്കും, ഞങ്ങൾക്ക് റീയൂണിയൻ ആവണം. എനിക്ക് ലൈവ് റീഡിങ് ചെയ്യുമ്പോൾ ഒരുപാട് റീയൂണിയൻ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. റീയൂണിയൻ ആവോ ചേച്ചി, ടൈം പീരീഡ് പറഞ്ഞു തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ നിങ്ങൾ യൂണിവേഴ്സ് നോക്കുകയാണ്, നിങ്ങൾക്ക് റീയൂണിയൻ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാനാണ് പോകുന്നത്? സോൾ പർപ്പസ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ചുമ്മാ നിങ്ങൾ നോർമൽ കപ്പിൾസിനെ പോലെ 3D വേൾഡിൽ പോകാനാണെന്നൊക്കെ നിങ്ങളെങ്ങനെ യൂണിവേഴ്സ് പല രീതിയിൽ ടെസ്റ്റ് തരും. നിങ്ങളുടെ സ്നേഹമൊക്കെ ഒന്ന് കമ്മിറ്റ്മെൻറ്റ് ടെസ്റ്റ് ചെയ്യും. ഇപ്പോൾ 2 പേർക്കും അങ്ങോട്ടുള്ള സ്നേഹത്തിനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പല ആളുകളെയും തേർഡ് പേഴ്സണെ കൊണ്ടുവരും. അപ്പോൾ അതിൽ വീണ് പോകുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കും യൂണിവേഴ്സ് ഒരുപാട് ടെസ്റ്റ് ചെയ്തിട്ടാണ് എന്ത് ചോദിച്ചാലും തരുള്ളൂ. നമ്മളത് പാകമായാൽ മാത്രമേ തരുള്ളൂ. അപ്പോൾ അങ്ങനത്തെ കമ്മിറ്റ്മെൻറ്റ്സ് വരുമ്പോൾ അതിലൊന്നും ടെസ്റ്റിലൊന്നും പാസ്സാവാതെ പോകരുത്, ഫെയിൽ ആകരുത് എന്ന് എനിക്ക് പറയാനുണ്ട് കേട്ടോ. ടാരോ കാർഡ് കൂടി നോക്കാം. എന്താണ് ഈ ന്യൂ മൂൺസ് ടാരോ റീഡിങ്ങൾ ഇവിടെ കിട്ടുന്നത്? യെസ്, ചാരിയറ്റാണ്. ഒരുപാട് ബ്ലെസ്സിങ്സും ഒരുപാട് അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു. ത്രോട്ട് ചക്ര, തേർഡായി ത്രോട്ട് ചക്രയൊക്കെ നന്നായിട്ട് അവിടെ ബ്ലോക്കൊക്കെ മാറുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളൊന്നുകൂടി എക്സ്പ്രസീവ് ആവുന്നു. പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറയാൻ തുടങ്ങുന്നു. അത് പറയണം, ഇല്ലെങ്കിൽ നിങ്ങളുടെ ത്രോട്ട് ബ്ലോക്ക് ആയിരിക്കും. നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു എനർജി ആയത് 2 ഓഫ് സോഡ്സ്, അങ്ങനത്തെ എനർജീസൊക്കെ മാറുന്നത്. ഇതും ക്രൗൺ ബ്ലോക്ക് ഡൗണിലാണ് 2 ഓഫ് സോഡ്സ് വരുന്നത്. ജഗ്ലിംഗ് ആണ്. ഇത് ചെയ്യണോ, ഇത് ചെയ്ത് ശരിയാകുമോ, അത് നിങ്ങൾ ശരിയായ കാര്യം മാത്രം ചെയ്യുക. അങ്ങനെയാണ് ലൈഫിലൊന്നും പാഠങ്ങൾ പഠിക്കുക. നമ്മൾ ഇൻറ്റ്യൂഷനിൽ തോന്നുന്ന കാര്യം ചെയ്യുക. അതിൽ നിന്ന് ലെസൺസ് പഠിക്കാനുണ്ടായിരിക്കും. അത് എപ്പോഴും കറക്റ്റ് ആയിരിക്കും. 4 ഓഫ് സോഡ്സ് ഹീലിംഗ് ടൈമാണ്. ഇവിടെ ഒരു കാർഡ് ഉണ്ടായിരുന്നു, ഹീലിംഗ് ആണ് പറയുന്നത്. നിങ്ങളോട് ഹീലിംഗ് ഉദ്ദേശിക്കുന്ന യെസ്, വോയിഡിൻ്റെ കാർഡ്. എന്താണ് ഹീലിംഗ്? നിങ്ങളെ അറിയുക, അതാണല്ലോ. പ്രത്യേകിച്ച് പൂജ മന്ത്രം അല്ലെങ്കിൽ ഇപ്പോൾ ഡിവൈൻ യൂണിയൻ ആവാൻ വേണ്ടിയിട്ട് ഒരു ചാനൽ കാണിക്കുന്നുണ്ടായിരുന്നു. ദർബാറിലൊക്കെ പോയിട്ട് നിങ്ങൾ വന്ന് ഡിവൈൻ യൂണിയൻ ആകുമെന്ന് പറഞ്ഞിട്ട്, അപ്പോൾ ആ പറഞ്ഞ ആൾ യൂണിയൻ ആയിട്ടില്ല. അതാണ് രസം. തെറ്റായിട്ടുള്ള മിസ്സായിട്ടുള്ള ലീഡിങ് ചെയ്യുന്നുണ്ട് ചിലവരൊക്കെ. നിങ്ങൾ അതിലൊന്നും പോയി വീഴാതിരിക്കുക, മനസ്സിലായോ? ഈ സ്പിരിച്വൽ ചാനൽ വഴി ഒരുപാട് തെറ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ജെന്യുവനായിട്ട് നിങ്ങൾക്ക് അത് ജെന്യുവനിറ്റി എങ്ങനെയാണ് മനസ്സിലാവുക? നിങ്ങളുടെ ഉള്ളിൽ ഒന്നുകൂടി ക്ലാരിറ്റി വന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല ഹീലിംഗ് നടക്കുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ ഡിവൈൻ യൂണിയൻ അല്ലെങ്കിൽ DM യൂണിയൻ ആവാൻ വേണ്ടിയിട്ടൊന്നും നിങ്ങൾ ഒരു കാര്യം ചെയ്യേണ്ട. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഇന്നോവോക്ക് ചെയ്യുക. നിങ്ങളെ കണ്ടൻ്റ് ആയിട്ടിരിക്കുക. നിങ്ങളെ ഗ്രോത്ത്, എന്താ പറയുക, നിങ്ങളുടെ ഓരോ കരിയർ ആയാലും പല കാര്യങ്ങളും നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് ആ ഒരു വളർച്ചയിൽ മെറ്റീരിയലിസ്റ്റിക് സൈഡും കൂടി ഒന്ന് ബാലൻസ് ചെയ്ത് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ എനർജി ഉയർന്നു വരുമ്പോൾ എന്തായാലും അവിടെ ആ DM വന്നിരിക്കും. റിയൽ ട്രൂ ട്വിൻ ഫ്ലെയിം ആണെങ്കിൽ കേട്ടോ. അപ്പോൾ നിങ്ങൾ ഹീലിംഗ് പീരീഡ് ആയിട്ട് യൂസ് ചെയ്യുക. വിഷമിക്കേണ്ട കാര്യമില്ല. അല്ലാതെ വിഷമിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ പോകുമ്പോൾ നിങ്ങൾക്ക് വേണ്ടാത്ത എനർജിയും കൂടിയാണ് കൂടെ വരുന്നത് കേട്ടോ. എനിക്ക് അങ്ങനെയാണ് എൻ്റെ ഇന്നർ വോയിസ് ഗൈഡ് ചെയ്തത്. നമുക്ക് സിലിബസി ലൈഫിലൂടെയും ഹീലിങ്ങിലൂടെ ഒക്കെ പോകുന്നത് കൊണ്ട് ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ഓറ റീഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിൽ പോയ ആളുകളുടെ കാര്യം ഞാൻ കേട്ടിരുന്നു. ഭയങ്കരമായിട്ട് തലവേദനയും ബുദ്ധിമുട്ടാണ് പോയി വന്നത് എന്നൊക്കെ. അപ്പോൾ നിങ്ങളങ്ങനെ പോയി വാങ്ങാതിരിക്കുക. നിങ്ങൾക്കത് അതാണ് നല്ലതായി തോന്നുന്നതെങ്കിൽ പോവാം. ബേസിക്കലി ഒരു ഹീൽഡായിട്ടുള്ള DFൻ്റെ സ്ഥിതിക്ക് എനിക്ക് മനസ്സിലായത് അങ്ങനത്തെ ഒന്നും ചെയ്യേണ്ട ആവശ്യം. നമ്മൾ ഡയറക്റ്റ് ഡിവൈനുമായിട്ട് കണക്ട് ചെയ്യുക. ഓക്കെ, ലവേഴ്സ് കാർഡാണ് കാണിക്കുന്നത്. ട്വിൻ ഫ്ലെയിം ജേണിയിലൂടെ പോകുന്ന ആളുകളായിരിക്കാം ഒരു പൈൽ 1 സെലക്ട് ചെയ്തതും എന്ന് നമുക്കിവിടെ പറയാൻ സാധിക്കും കേട്ടോ. കാരണം ലവേഴ്സ് കാർഡ് കാണിക്കുന്നുണ്ട്. ഓക്കെ,
അപ്പോൾ ഇതൊക്കെയാണ് കുറച്ച് മെസ്സേജസ് നിങ്ങളോട് പറയുന്നത്. കോൺഫിഡൻസ്, സ്പിരിച്വൽ ഈഗോ, ഈ ഈഗോ വേണ്ട. നമുക്കൊരു കാര്യം അറിയുമ്പോൾ അതിന് വേണ്ടിയിട്ട് ഓവറായിട്ട് ഈഗോ കാണിക്കരുത് കേട്ടോ. വീട്ടിലാണെങ്കിലും ഇപ്പോൾ വീട്ടിലാർക്കും സ്പിരിച്വാലിറ്റി മെഡിറ്റേഷൻസ് അറിയില്ല, നിങ്ങൾ പഠിച്ചു അപ്പോൾ അവിടെ പോയിട്ട് എനിക്കിതറിയാം, അങ്ങനെയൊന്നും ചെയ്യരുത്. നിങ്ങൾക്കപ്പോൾ എഗെയിൻ ഡിവൈൻ ടെസ്റ്റ് വരും, മനസ്സിലായോ? ഡിവൈൻ ടെസ്റ്റ് വരും. ഇപ്പോൾ ഈഗോ കാണിക്കാതിരിക്കുക കേട്ടോ. അതൊക്കെ നമ്മൾ ഹീൽ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇതാണ് നമുക്ക് ബോട്ടം കാണിക്കുന്നതും 3 of Wands ആണ്. നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് 2025 കൊണ്ടുവരുന്നുണ്ട് ന്യൂ മൂൺ തൊട്ടിട്ട്. അതുപോലെ ഹയറോഫൻ്റ് ആണ് കാണിക്കുന്നത്. നല്ല രീതിയിൽ വിസ്ഡംസ് അല്ലെങ്കിൽ സ്പിരിച്വൽ ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ അതിലേക്ക് നിങ്ങൾ ഫോക്കസ്ഡ് ആവുന്നു. റിലീജിയസിനേക്കാളും കടന്ന് സ്പിരിച്വൽ നിങ്ങളെ തേടിക്കൊണ്ടിരിക്കുന്ന സമയമാണ്, അതിന് ഉത്തരം കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയമാണെന്നും നമുക്ക് പറയാം. ഇതാണ് കാണിക്കുന്നത്. ഓക്കെ, സോ ഇതാണ് പൈൽ 1 കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് പൈൽ 2ലേക്ക് പോവാം. അപ്പോൾ തരുന്ന മെസ്സേജസ് നിങ്ങൾ ഫോളോ ചെയ്തിട്ട് മിറർ എക്സസൈസ്, ഇന്ന് എല്ലാവരും ന്യൂ മൂൺ ആയതുകൊണ്ട് നിങ്ങളുടെ കറക്റ്റമായിട്ടുള്ള നിങ്ങളുടെ ഷാഡോ സെൽഫ് പുറത്തേക്ക് വരുന്നതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ഹീൽ ചെയ്യുക. നിങ്ങളുടെ ഉള്ളിൽ എന്താണോ ഈഗോ, അതുപോലെ പേടി, ഭയങ്കരമായിട്ട് ഫിയർ ഫാക്ടർ ഉള്ളവരുണ്ട്, അപ്പോൾ ഫിയർ ഫാക്ടർ ഹീൽ ചെയ്യുക. അതുപോലെ തേർഡ് പാർട്ടീനെ കുറിച്ച് ഓവറായിട്ട് വേവലാതി പെടുന്നവരുണ്ടെങ്കിൽ തേർഡ് പാർട്ടീനെ അധികം കോൺസെൻട്രേറ്റ് ചെയ്യാതിരിക്കുക, അവരെ കംപ്ലീറ്റ് സറണ്ടർ ചെയ്ത് വിടുക, നമ്മുടെ ലൈഫിലേക്ക് ഫോക്കസ് ചെയ്യുക. അപ്പോഴാണ് അവിടെ ചേഞ്ചസ് വരിക. തേർഡ് പാർട്ടിയിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ അവർ സ്ട്രെങ്ത് ആയിട്ട് വരികയാണ് ചെയ്യുന്നത്. തെറ്റായിട്ട് നിങ്ങൾ തന്നെ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് തെറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞു തരുന്നത് കേട്ടോ. താല്പര്യമുണ്ടെങ്കിൽ കേൾക്ക്. ആരോടും നിർബന്ധിച്ച് അങ്ങനെ ചെയ്യണമെന്നൊന്നും പറയാറില്ല. ഇത് സോൾ പർപ്പസ് ചെയ്യുന്നത് കൊണ്ട്, തെറ്റായിട്ട് പോകുമ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ വന്നത് കൊണ്ട് നമുക്ക് അറിയാൻ സാധിക്കും. അതുകൊണ്ടാണ് മുന്നേ തന്നെ വാണിംഗ് പോലെ പറഞ്ഞു തരുന്നത് കേട്ടോ. താല്പര്യമുണ്ടെങ്കിൽ മാത്രം കേട്ടാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ പോകാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ തന്നെ പോയിക്കോളൂ. നമ്മുടെ ഓരോരുത്തർ ലൈഫാണ്. പാഠങ്ങൾ പഠിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ വന്നോളും. നെക്സ്റ്റ് 2-4 ആണ് നെക്സ്റ്റ് പൈല്. നമുക്ക് നോക്കി നോക്കാം കേട്ടോ. ഇനി എന്താണ് ന്യൂ മൂൺ നിങ്ങൾക്ക് തരുന്ന മെസ്സേജസ് ഫോർ പൈൽ 2-4 ആണ്. ഓക്കെ, പ്രോസ്പെറിറ്റി ലൈസ് അഹെഡ് ആണ്. ഇതും ഒരു ടോറസ് തന്നെയാണ് കാണിക്കുന്നത്. അടുത്ത സൈനാണ്. ധാരാളമായിട്ടുള്ള അബണ്ടൻസ്, സ്വത്ത് കിട്ടാനോ അല്ലെങ്കിൽ ലോട്ടറി അടിക്കാനോ വിന്നാവാനോ ഒക്കെ ഉള്ള ചാൻസസൊക്കെ കാണിക്കുന്നുണ്ട്. ക്ലൈമാക്സ് അപ്രോച്ച് ആവുന്നത് നിങ്ങൾക്ക് ഒരുപാട് തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്ന രീതിയിലുള്ള കണക്ഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കേസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റീസാണ് കാണിക്കുന്നത്. അത് എൻഡ് ആവുകയാണ്. ഫയർ സൈനാണ് കാണിക്കുന്നത്. മേ ബി നിങ്ങൾക്ക് സ്വപ്നങ്ങളിലൊക്കെ ഈ സ്പിരിച്വൽ എലിമെൻസിനൊക്കെ കാണുന്നുണ്ടെങ്കിൽ അവരെ ബ്ലെസ്സിങ്സ് വരുന്നതായിട്ടാണ് പറയുന്നത് കേട്ടോ. ബുള്ളിനോ അല്ലെങ്കിൽ ഏരീസിനെയോ ഒക്കെ കാണുന്നുണ്ടെങ്കിൽ ചിലവർ കാണാറുണ്ട് ചില എലിമെൻസിനൊക്കെ. മെഡിറ്റേറ്റ് ആൻഡ് കണ്ടംപ്ലേറ്റ്, ഇത് 2 മീനും ഒരു ന്യൂ മൂണാണ് കാണിക്കുന്നത്. അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ബാലൻസ് DMDF ബാലൻസ് ചെയ്യാം. മെഡിറ്റേറ്റ് ആൻഡ് കണ്ടംപ്ലേറ്റ് ആണ് ന്യൂ മൂൺ ഇൻ പൈസസ്. DMDF ബാലൻസിങ് ആണ് പറയുന്നത്. എനിക്കും ഇന്നലെ ഒരു ഗൈഡൻസ് അങ്ങനെയായിരുന്നു. ആകാശ റെക്കോർഡ്സ് ഒക്കെ റീഡ് ചെയ്തപ്പോൾ DMDF ബാലൻസ് ചെയ്യാനായിരുന്നു. അപ്പോൾ അതും നിങ്ങളും ചെയ്യുക, ഞാനും ചെയ്യുന്നുണ്ട്. വർക്ക് ത്രൂ യുവർ ഫിയേഴ്സ്. യെസ്, ഇതിൽ ഈ സെക്കൻഡ് പൈൽ ചൂസ് ചെയ്തവർക്ക് ഒരുപാട് ഫിയർ ഫാക്ടേഴ്സ് ഉണ്ട്. അതാണ് ഈ ഫിയർ ഫാക്ടേഴ്സ് വരുമ്പോഴാണ് ഒരുപാട് പേര് യൂണിയന് വേണ്ടിയിട്ട് എന്തൊക്കെയോ മാർഗ്ഗങ്ങൾ തേടി പോകുന്നത്, ഒരുപാട് മാസ്റ്റേഴ്സിന് പിന്നാലെ പോകുന്നത്. അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഈ ജേർണിയിൽ പോകുമ്പോൾ ഡിവൈന് വേണ്ടി ഡിവൈൻ യൂണിയൻ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഓരോ സമയത്ത് യൂണിവേഴ്സ് പല രീതിയിലും മെസ്സേജസ് തരും. അത് വീഡിയോ ആയിട്ടായിരിക്കാം, ഇൻഡ്യൂഷനായിട്ടായിരിക്കാം, സ്വപ്നങ്ങളിലൂടെ ആയിരിക്കും. അതിന് പല രീതിയിൽ നമുക്ക് തരുന്നതാണ് ഗൈഡൻസസ്. അപ്പോൾ നിങ്ങളുടെ ഫിയർ ഫാക്ടർ മാറ്റിക്കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് ക്ലാരിറ്റി, ലൈക്ക് ഇൻറ്റ്യൂട്ടീവിൽ വരുന്ന മെസ്സേജസ് അത് റിസീവ് ചെയ്യണ്ടേ. അപ്പോൾ അത് മനസ്സിലാവണമെങ്കിൽ നിങ്ങളത് വർക്ക് ചെയ്യണം. യു ആർ വെരി ക്ലോസ് ടു അച്ചീവിങ് യുവർ ഗോൾ. നിങ്ങളുടെ ഗോൾ അച്ചീവ് ചെയ്തുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഗോളിലേക്ക് അടുത്തെത്തി എന്നാണ് കാണിക്കുന്നത്. ആൻസേഴ്സ് യു നീഡ് ആർ കമ്മിങ്. നിങ്ങൾക്ക് വേണ്ട ഉത്തരം വരുന്നുണ്ട്. ആൻസേഴ്സ് യു നീഡ് ആർ കമ്മിങ്. നിങ്ങൾക്ക് വേണ്ട ആൻസർ വന്നുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ അവിടെ ഡൗൺലോഡഡ് ആയിട്ടുണ്ട്. അതൊന്നും നിങ്ങളൊന്ന് എടുത്ത് നോക്കാനാണ് പറയുന്നത്. ഫുൾ മൂൺ ഇൻ ജെമിനിയാണ് കേട്ടോ. നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂസ്, അതുപോലെ തന്നെ വർക്ക് ഓൺ യുവർ ഫിയർ ഫാക്ടർ നന്നായിട്ട് കാണിക്കുന്നുണ്ട്. പൈൽ 2 സെലക്ട് ചെയ്തവർ നിങ്ങൾ അതിൽ വർക്ക് ചെയ്യുക. ഇന്നിരുന്ന് മിറർ എക്സസൈസ് ആൻഡ് ഷാഡോ വർക്ക്സ് ഹീൽ ചെയ്യണം. നന്നായിട്ട് ഹീൽ പോണ വരെ ഇരുന്ന് ഹീൽ ചെയ്തോട്ടോ. ടേക്ക് ടൈം ടു ബ്രീത്ത് ഔട്ട്. അതാ നല്ല സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ഒരു പൈലായിട്ട് കാണുന്നുണ്ട്. ഡിസിമിനേറ്റിംഗ് മൂഡാണ് കാണിക്കുന്നത്. നല്ല സ്ട്രെസ്സാണ്. അപ്പോൾ നിങ്ങളോട് ബ്രീത്ത് ഔട്ട്, ജസ്റ്റ് റിലാക്സ് ചെയ്യുക, ഗ്രാറ്റിറ്റ്യൂഡ് വർക്ക് ഒക്കെ ചെയ്യുക കേട്ടോ. ഹോൾഡ് യുവർ വിഷൻ മീൻസ് ഫിക്സഡ് മൂണാണ് കാണിക്കുന്നത്. നിങ്ങൾക്കുള്ള ഗോൾസ്
നാളെ മീൻസ് നാളെയും കൂടി കഴിഞ്ഞാൽ 9th എന്താ പറയുക 2025 പോവുകയാണ് ചെയ്തത്. ആഡ് ചെയ്യുമ്പോൾ 9 ആണ്. അപ്പോൾ നിങ്ങൾ ഇന്ന് ഗോളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് അതിനുവേണ്ടി വർക്ക് ചെയ്യാൻ തുടങ്ങുക. എന്തെങ്കിലും ചേഞ്ചസ് ഈ ഒരു നെക്സ്റ്റ് ഇയറിലേക്ക് പോകുമ്പോൾ 4 നിന്ന് 5 പോകുമ്പോൾ എന്തെങ്കിലും ചേഞ്ചസും കൊണ്ടുപോവുക. നമ്മുടെ ഏതെങ്കിലും ഹാബിറ്റ്സ് വേണ്ടാത്തതുണ്ടെങ്കിൽ കളഞ്ഞു പോകും, ഇവിടെ ഇട്ട് പോകും, ലെറ്റ് ഗോ ചെയ്ത് കളയൂ. ഹോൾഡ് യുവർ വിഷൻ. എന്നിട്ട് നിങ്ങളുടെ വിഷനിലേക്ക് ഹോൾഡ് ചെയ്യൂ. ലൈക്ക് മീൻസ് നിങ്ങളുടെ കരിയറിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗോൾസ് ഉണ്ടെങ്കിൽ ഇപ്പോൾ കുറേ പേരൊക്കെ എക്സാംസ് പ്രിപ്പയർ ചെയ്യുന്നത് കാണാം. അപ്പോൾ നിങ്ങൾ അതിലേക്ക് ഫോക്കസ് ചെയ്തിട്ട് നോക്കൂ. റിലേഷൻഷിപ്പിനെ മാറ്റി വയ്ക്കൂ. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ജെന്യുവൻ ആണെങ്കിൽ നിങ്ങൾ എത്ര ഡിസ്റ്റൻസ് എടുത്താലും അവരവിടെ ഉണ്ടായിരിക്കും. അല്ല, എന്നും ടോക്ക് ചെയ്താൽ മാത്രം നിൽക്കുന്ന റിലേഷൻഷിപ്പ് ആണെങ്കിൽ അത് ഒരിക്കലും ഗ്യാരണ്ടി ഇല്ല നാളെ അതൊരു പോകും. സോ ബെറ്റർ ലീവ് ചെയ്യുക. നിങ്ങളെ കൂടെ എപ്പോഴും കൂടെ നിൽക്കുന്ന റിലേഷൻഷിപ്പ് മാത്രം കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, ഡോണ്ട് ലെറ്റ് പാസ്റ്റ് ഹോൾഡ് യു ബാക്ക് എന്ന് പറയുന്ന സൗത്ത് നോഡാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്ഷിപ്പ് ഞാൻ സ്കൂളിൽ LKG തൊട്ട് +2 വരെ ഞങ്ങൾ സെയിം പഠിച്ചാറ്റോ ഇത്രയും 14 എനിക്ക് തോന്നുന്നു 22-23 ഇയേഴ്സ് ഫ്രണ്ട്ഷിപ്സ് ഉണ്ട്. ഗ്രൂപ്പൊക്കെ ഉണ്ട്. പക്ഷേ ഡെയിലി മെസ്സേജ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞങ്ങൾക്ക് എന്തെങ്കിലും ഫംഗ്ഷൻ വരുമ്പോൾ മെസ്സേജ് ചെയ്യുമ്പോൾ എല്ലാവരും കൂടെ കൂടുന്നുണ്ട്. പഴയ വൈബ് തന്നെയാണ്, സ്കൂൾ വൈബ് തന്നെയാണ്. പക്ഷേ ഡെയിലി വിളിക്കാനോ കോൾ ചെയ്യേണ്ട ആവശ്യമില്ല. ബിക്കോസ് അതാണ് ആ ഒരു ബേസ്, അവിടെ ആ ഒരു ഫൗണ്ടേഷൻ സ്ട്രോങ് ആണ്. അതുകൊണ്ട് മിണ്ടിയില്ലെങ്കിൽ ഒരു പിണങ്ങൊന്നുമില്ല, അവർക്ക് അറിയാൻ സാധിക്കും. അത്രയാണ്. അതുപോലെ ആയിരിക്കണം മിക്ക റിലേഷൻഷിപ്പും. നിങ്ങൾ ആ ഒരു ബോണ്ട് സ്ട്രോങ് ആണെങ്കിൽ പിന്നെ മിണ്ടേണ്ട ആവശ്യമില്ല, അതങ്ങനെ നിന്നോളൂ. ഓക്കെ, സോ ഇതാണ് കാണിക്കുന്നത്. ഇനി നമുക്ക് ടാരോ റീഡിംഗ് കൂടെ നോക്കാം. അപ്പോൾ നിങ്ങളുടെ പാസ്റ്റിൽ എന്തെങ്കിലുമൊക്കെ ഒരു ട്രോമയൊക്കെ ഉണ്ടെങ്കിൽ ഇതിൽ ഇന്ന് 2-4 ചൂസ് ചെയ്തവർക്ക് ഇന്നർ ചൈൽഡ് വൂൺസ് നന്നായിട്ടുണ്ട്. പാസ്റ്റ് വൂൺസ് ഹീൽ ചെയ്യാം, ഷാഡോ വർക്ക്സ് ചെയ്യുക. ഫിയർ ഫാക്ടർ ഉണ്ടെങ്കിൽ എനിക്ക് പേടിയുണ്ട്. അപ്പോൾ പേടിയുണ്ടെങ്കിൽ പേടിയെ ഫേസ് ചെയ്യുക. എനിക്ക് ഇച്ചിരി വെള്ളം പേടിയുണ്ടായിരുന്നു ടൈപ്പാണ്. പേടി മീൻസ് വെള്ളത്തിലൊക്കെ പോകുമ്പോൾ അങ്ങനെ മുന്നേയൊക്കെയാണ് ചെറുതിലെ ബോട്ടിലൊക്കെ പോയിട്ടുള്ളത്. പിന്നെ ബോട്ടിങ്ങിൽ അതിൽ പോയിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ട് വെള്ളം കാണുമ്പോൾ ഒരു ഇതുണ്ട്. എനിക്ക് എൻ്റെ ഫയർ സൈനാണ്, പക്ഷേ വെള്ളം എലമെൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ കയാക്കിങ്ങിന് പോയപ്പോൾ സത്യം പറഞ്ഞാൽ അതിൽ കയറിയിരുന്ന താങ്ക് യു യൂണിവേഴ്സ്. ഞാനിങ്ങനെ പാട്ടും പാടിയിട്ടാണ് കയാക്കിങ് ചെയ്തത്. ശരിക്കും പേടി ഒന്നും തോന്നിയില്ല. പറയുമ്പോൾ വെള്ളം അത്യാവശ്യം ആഴമുണ്ടല്ലോ, ഒന്നും തോന്നിയില്ല. തന്നെ പോയി തിരിച്ച് വന്നു. അപ്പോൾ ആ ഒരു എന്താണ് ഫിയർ ഉള്ളത് അതിനെ ഫേസ് ചെയ്യുക. അതുപോലെ എനിക്ക് ഹൈറ്റിൽ മറ്റേ ഇവിടെ ഏകാദശി വന്ന സമയത്ത് ആ ഒരു വഞ്ചിയില്ലേ, അങ്ങനെയല്ലേ പറയാം, ബോട്ട് മുകളിലേക്ക് പോയിട്ട് ഇങ്ങനെ ആടുന്നത്, അതിൽ ഞാൻ കയറിയിട്ടുണ്ടായിരുന്നില്ല. മറ്റേതിൽ ഞാൻ കയറിയിട്ടുണ്ട്, റൗണ്ട് ചെയ്യുന്നതിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ എനിക്കതിൽ കയറണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഫിയർ ചെറുതായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാനതിൽ കയറിയിരുന്നിട്ട് പോയപ്പോൾ എനിക്ക് ആ പേടി വന്നു. ആ പേടിനെ കംപ്ലീറ്റ്ലി എനിക്ക് ബ്രീത്ത് ഔട്ട് ചെയ്ത് റിലീസ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ എന്താണോ പേടിയുള്ളത്, പേടിയെ അത് ഫേസ് ചെയ്യുക. അങ്ങനെയാണ് പേടിയെ മാറ്റാൻ പറ്റുക. പിന്നെ ആ പേടി പോയി. അതുപോലെ വെള്ളത്തിൻ്റെ ചെറുതായിട്ടൊരു ഇതുണ്ടായിരുന്നു, അതും കംപ്ലീറ്റ്ലി ഇതിലൊരു പേടിയോ ഒന്നും ഉണ്ടായില്ല. ഭയങ്കര ഹാപ്പിയായി. ഞാനിങ്ങനെ താങ്ക് യു യൂണിവേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. വെള്ളത്തിനോടൊക്കെ നന്ദി താങ്ക് യു എന്നൊക്കെ പറഞ്ഞ് കൈ കൊണ്ടൊക്കെ നോക്കിയിട്ടാണ് വന്നത്. അപ്പോൾ അതാണ്, പേടി ഉണ്ടെങ്കിൽ പേടിയെ ഫേസ് ചെയ്യാം, കൂടെ എക്സസൈസ് കൂടി ചെയ്യാം. ഓക്കെ 9 of Wands ആണ് കാണിക്കുന്നത്. സ്ട്രഗിൾസ് ആണല്ലോ കാണിക്കുന്നത്. നിങ്ങളുടെ സ്ട്രഗിളിങ് പീരീഡ് ആണ്. പക്ഷെ പേടിക്കേണ്ട, അതൊക്കെ മാറി നല്ലൊരു എനർജിയിലേക്ക് വരും. സ്റ്റാർ ചിലരുടെ അവേക്കണിങ് പോകുന്നത് സ്റ്റോപ്പായിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്. നമ്മൾ ഈ യൂണിയൻ ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾ എടുത്തു പറയുകയാണ്, യൂണിയൻ ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾ അവിടെയൊന്നും പോവല്ലേ. നിങ്ങളുടെ അവേക്കണിങ് പോലും സ്റ്റോപ്പ് ആക്കുന്നുണ്ട്. എൻ്റെ അടുത്ത് ക്ലയൻസ് വന്നിട്ട് പറയാറുണ്ട്, ക്രൗൺ ചക്രയിൽ ബ്ലോക്ക് വരുന്ന പോലെ, ഭയങ്കര തലയ്ക്ക് ആരോ വർക്ക് ചെയ്യുന്ന പോലെ, ആരോ ഏറ്റെടുത്ത് വർക്ക് ചെയ്യുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യുന്നു ഇങ്ങനത്തെ ഇതിലൊക്കെ പോകുന്നത് കൊണ്ട്. അപ്പോൾ ദയവ് ചെയ്ത് ഓരോരുത്തർ എനർജി കൊണ്ടുവരാതെ ഇരിക്കുക. നിങ്ങൾക്ക് അറിയാമല്ലോ നിങ്ങളുടെ തന്നെ എനർജി എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഹീൽ ചെയ്ത് വരുന്നതെന്ന്. ദയവ് ചെയ്ത് തെറ്റായിട്ടുള്ള, നിങ്ങൾക്കിപ്പോൾ അത് നല്ലതായി തോന്നുകയാണെങ്കിൽ ഓക്കെ ഫൈൻ, പക്ഷേ കൺഫ്യൂഷനോടെ പോകുന്ന കുറച്ച് സോൾസ് ഉണ്ട്. അപ്പോൾ അവരോടാണ് ഞാൻ പറയുന്നത്, നിങ്ങളുടെ അവേക്കണിങ് പോലും സ്റ്റോപ്പ് ആവാനുള്ള ചാൻസസ് കാണിക്കുന്നുണ്ട്. അവേക്കണിങ് റിവേഴ്സാണ് കാണിക്കുന്നത്. ഓക്കെ, സോ ഇത് കാണിക്കുന്നത് 6 of Swords ആണ്, Knight of Wands ആണ്, 7 of Wands ആണ് കാണിക്കുന്നത്. നമ്മളുടെ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ, സ്ട്രഗിൾസ്, നിങ്ങളൊരു ജേർണിയിലാണ്. അതാണ് അവേക്കണിങ്ങിൻ്റെ സ്റ്റാർ കാർഡ് തിരിഞ്ഞു വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ 7 ചക്ര ഒക്കെ ഒന്നുകൂടി ബ്ലോക്കായിട്ട് കിടക്കുന്നുണ്ടായിരിക്കും. അതാണ് ഈ സ്റ്റാർ തിരിയുന്നത്. അപ്പോൾ നിങ്ങൾ 7 ചക്ര ഞാൻ പറഞ്ഞില്ല, ഈ ഒരു സെക്കൻഡ് പൈലുള്ളവർ ഒരുപാട് ഒന്നുകൂടി നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക നിങ്ങളുടെ ചക്രസിലും അതുപോലെ തന്നെ നിങ്ങളുടെ
ഇന്ന ഷാഡോ സെൽഫിൽ നന്നായിട്ട് വർക്ക് ചെയ്യുക, ഹീൽ ചെയ്യുക. അതാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. ഇത് സെക്കൻഡ് പൈൽ ഒന്നും കൂടി ശ്രദ്ധിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഒരു നല്ല ഫുൾ കാർഡ്, ഒരു പുതിയ ബിഗിനിങ്സ് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. ഇനി നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ്സ് ഒക്കെ എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾക്ക് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. ഹീലിങ്സ് ഒക്കെ വേണമെങ്കിൽ സബ് കോൺഷ്യസ് ഹീലിംഗ് ലെവൽ 1 ലെവൽ 2 ഉണ്ട്. ടാരോ കോഴ്സ് പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ എന്തെങ്കിലും നിങ്ങൾക്ക് റീഡിങ്സ് വേണമെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. അപ്പോൾ ഫ്രീ ആണെങ്കിൽ ഞാൻ റീഡ് ചെയ്ത് തരുന്നതാണ്. ഓക്കെ, സോ താങ്ക് യു.